ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ട് 4 മാസം പ്രായമുള്ള അമാനമോൾ എന്ന് പറയുന്ന ഈ പിഞ്ചു പൈതലിന് നിങ്ങളുടെ സഹായം വേണം. ഈ കുഞ്ഞ് ജീവൻ നിലനിർത്തി പോകുന്നത് NICUവിലെ ഈ സംവിധാനങ്ങളിലൂടെയാണ്. ചെറുകുടലില്ലാതെ ജനിച്ചൊരു കുഞ്ഞ, വയറിനകത്ത് 5 കഷ്ണങ്ങളായിട്ടാണ് ചെറുകുടൽ കിടക്കുന്നത്. അത് കൂട്ടിയോജിപ്പിച്ച് പൂർണ്ണ വളർച്ചയിലെത്തുന്നത് വരെ ഈ കുഞ്ഞ് ഈ അവസ്ഥയിൽ തുടരണം. തലയിലൂടെ ട്യൂബിട്ട് ആ ട്യൂബിനകത്തുകൂടെയാണ് മരുന്നും മറ്റും നൽകിയിട്ട് ഈ ജീവൻ നിലനിർത്തുന്നത്. 4 മാസമായിട്ട് ഈ പൊന്നുമോള് കഠിനമായ വേദന സഹിച്ച് ജീവിക്കുകയാണ്. ആ കുഞ്ഞിന്റെ തിരിച്ചുവരവും കാത്തിട്ട് ഉപ്പയും ഉമ്മയും ICUവിന്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. സുന്ദരിയായിട്ടുള്ള ഒരു മോള. ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ആ ഉപ്പാക്കും ഉമ്മാക്കും ഈ മകളെ തിരിച്ചു കൊടുക്കാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. 45 ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. എന്റെ പേരക്കുട്ടിയോട് അവള് 4 മാസം കഴിഞ്ഞ് അവൾ ഇതുവരെ ICU തന്നെയാണ്. ഇതുവരെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇനി കഴിവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാരും സഹായിക്കാൻ ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥി. 4 മാസം വരെ ഞങ്ങള് പിടിച്ചു നിന്ന് ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു കാര്യത്തിൽ അഭ്യർത്ഥന നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ പാലക്കാട് രായരി പഞ്ചായത്തിൽ 4 മാസം മാത്രം പ്രായമുള്ള അമാനമോൾ. അവൾ ജനിച്ച നാൾ മുതൽ ഇതുവരെ വെന്റിലേറ്ററിലാണ്. ഒരു ദിവസം വെന്റിലേറ്ററിൽ അടിസ്ഥാന മരുന്നുകൾക്ക് മാത്രമായി പ്രതിദിനം 27,000 രൂപയോളമാണ് ചെലവ് വരുന്നത്. ആകെ വരുമാനമാർഗം ഉപ്പേൻ്റെ ബേക്കറിയിൽ പോകുന്ന പണിയാണ്. വളരെ തുച്ഛമായ പൈസയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. പിന്നെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും നല്ലവരായ മനുഷ്യരുമൊക്കെ സഹായിച്ചിട്ട് ഏതാണ്ട് ഇതുവരെ 30 ലക്ഷത്തോളം രൂപയാണ് കുഞ്ഞ് അമാനമോൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഈ പ്രദേശവാസികൾ ചെലവഴിച്ചത്. അപ്പം ഇനിയും ഇവിടെ മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തിയാൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കുഞ്ഞു മകളാണ് അവൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല പ്രാർത്ഥനകൾ വേണം. എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾ കുഞ്ഞമ്മാനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇനിയും 1 രൂപ കൊണ്ടെങ്കിലും സഹായിക്കുവാൻ കഴിയാത്തവർ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിച്ചിട്ട് അതുപോലും ഒരു വലിയ സഹായമായിരിക്കും. അങ്ങനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കുവാൻ കഴിയുമോ ആ രീതിയിലെല്ലാം സഹായിച്ച് അവളെ നമുക്ക് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് മടക്കി